ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് കൊണ്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. കോമൺ ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ചിക്കൻ വെച്ചിട്ടും അതല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ടൊക്കെയാണ് ഫ്രൈഡ് റൈസ് ചെയ്യാറുള്ളത്. പക്ഷേ ഫിഷ് കൊണ്ട് ഉണ്ടാകുന്ന ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫിഷ് കൊണ്ട് നല്ല ടേസ്റ്റിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിഷ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ 2-3 സ്റ്റെപ്പായിട്ടാണ് ഇന്ന് ഈ ഒരു ഫിഷ് ഫ്രൈഡ് റൈസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല പുരട്ടിയിട്ട് എടുക്കൂലേ, അതാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു വലിയ ബൗളിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരുപാടൊന്നും എരിവുണ്ടാവില്ല ഫിഷ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയാണ് 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി. നമ്മുടെ നാടൻ കുരുമുളകിൻ്റെ പൊടിയാണ്, അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ. 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടെ 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ ഗരം മസാല പൗഡർ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തത് ഓൾമോസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരെ ചേർത്തിട്ട് കൊടുക്കാം. രണ്ടും കൂടെയാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഡാർക്ക് സോയാ സോസ് ചേർക്കുന്നുണ്ട്. ലൈറ്റ് സോയാ സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് സോയാ സോസാണ്. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സോയാ സോസ് ചേർക്കുമ്പോൾ ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഉപ്പ് ഒരുപാട് ചേർക്കരുത്. സോയാ സോസ് കൂടെ ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്തിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട മുഴുവനായിട്ടും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പം ഫിഷിൻ്റെ കൂടെ മുട്ട മിക്സ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു കോട്ടിങ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൈദപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലപോലെ കൈ വെച്ചിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കിങ് ഫിഷ് ആണ്. 1 കിലോ കിങ് ഫിഷ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷ് ഫ്രൈഡ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷൊക്കെ ഞാനിവിടെ ഓൾറെഡി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പം ആ ഒരു കോട്ടിങ് നന്നായിട്ട് പിടിക്കില്ല, അതായത് മസാല നന്നായിട്ട് പിടിക്കില്ല. നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം ഫിഷ് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഈ ഒരു കിങ് ഫിഷ് ആകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസസ് കഴി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ പതിയെ നിങ്ങളത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിട്ടതാണ്. വളരെ പതിയെ നമ്മൾ നന്നായിട്ട് തന്നെ ഫിഷിലെല്ലാം തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ 1 കിലോ കിങ് ഫിഷിൽ ഇതാ നമ്മൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നില്ല. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ വെച്ചിരുന്നാൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇതൊരു ഭാഗത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫ്രൈഡ് റൈസിലേക്കുള്ള റൈസ് റെഡിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് നമ്മൾ റെഡിയാക്കുന്നത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ റൈസ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഞാനിവിടെ 3 കപ്പ്, അതായത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 3 കപ്പ് ബസ്മതി റൈസ്, എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുമ്പം കുറച്ചധികം ഉപ്പ് ചേർക്കണം. കാരണം നമ്മളിതിൽ നിന്നും നമ്മുടെ ഈ ഒരു റൈസ് നമ്മൾ ഊറ്റിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ അത് ഞാനിവിടെ ഓൾറെഡി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു 15 മിനിറ്റ് വരെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നമുക്ക് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ റൈസ് കഴിക്കുന്ന ആ ഒരു വേവ് തന്നെ വേണം ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന സമയത്ത്. കാരണം നമ്മൾ എക്സ്ട്രാ ഇതിനെ ദമ്മിടുക അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മുടെ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ പാകത്തിനുള്ള വേവ് തന്നെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് റൈസ് ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ ഊറ്റിയെടുക്കുന്ന രീതിയാണെങ്കിലാണ് നന്നായിട്ട് ആ ഒരു റൈസൊക്കെ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുക. നമ്മളിപ്പം വറ്റിച്ചെടുക്കുന്ന രീതിയാണെങ്കിൽ അത്രക്കൂട്ട് അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. നല്ല എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള ഗ്രെയിൻ ആകുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൽ കാണുമ്പം. ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പം നമുക്കൊരു കഴിക്കുന്ന ആ ഒരു പാകം തന്നെ വേണം കേട്ടോ. അങ്ങനെ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ വെള്ളത്തിൽ നിന്നും ഇത് ഊറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം.
പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷൊക്കെ നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്ന രീതിയല്ല കേട്ടോ. നമ്മളിതുപോലുള്ളൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ തിരിച്ചു മറിച്ചിട്ടാണ് ഫ്രൈ ചെയ്യില്ലേ, ആ രീതിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഓയിൽ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ പീസസ് ഇതാ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമ്മുടെ മസാല നല്ല പോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഞാൻ അരമണിക്കൂർ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചത്. ഫ്രിഡ്ജിൽ താഴെ വശത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ മസാല ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു വശം ഒന്നൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ, അതായത് നല്ല ഹാർഡായിട്ട് ഫ്രൈ ആവല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ആയി വന്നാൽ പിന്നെ നമ്മൾ റൈസിൽ ഫിഷ് കഴിക്കുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി എന്താ പറയുക, നമ്മൾ മൊരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കൂലേ, ആ രീതിയിൽ ചെയ്യരുതെന്ന്. അപ്പോൾ ഇത് രണ്ട് വശം കൂടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിപ്പം ബാക്കിയുള്ള ആ ഒരു ഫിഷും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓയിലിൻ്റെ ചൂട് കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ ആ ഒരു വശം പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോകും, ഉൾവശത്തേക്ക് ഫിഷ് അങ്ങനെ കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ഫിഷെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫിഷ് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു റൈസിലേക്ക് മിക്സ് ചെയ്യാനുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫിഷൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് വലിയ പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്കത് താല്പര്യമില്ല എങ്കിൽ എക്സ്ട്രാ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. ഇതിപ്പം നമ്മുടെ ആ ഒരു ഫിഷിൻ്റെ ഓയിൽ തന്നെ ആകുമ്പം കറക്റ്റ് ആ ഫിഷിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും ഈ ഒരു ഓയിലിനകത്ത്. കൂടെ നമ്മളൊരു 1 ടേബിൾ സ്പൂണോളം പ്യുവർ ആയിട്ടുള്ള നെയ്യ് കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ക്യുമിൻ സീഡ്സ് ആണ്, അതായത് ചെറിയ ജീരകമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 1/4 ടീസ്പൂണോളം ഫെനൽ സീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരിഞ്ജീരകമാണ് പിന്നെ ചേർക്കുന്നത്. അപ്പോൾ കൂടുതൽ എടുക്കുന്നത് നമ്മുടെ ചെറിയ ജീരകമാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ ഒരു ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വളരെ ഫൈനായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി വളരെ ഫൈനായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചതച്ചെടുക്കുകയല്ല ഫ്രൈഡ് റൈസിലേക്ക് ചെയ്യുന്നത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ഓയിൽ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് വരെ ഈ ഒരു രീതിയിൽ വളരെ കനം കുറഞ്ഞ് വളരെ തിന്നായിട്ട് ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഓയിൽ സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ സവാള ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ചിക്കൻ ചില്ലി ഗ്രേവിയൊക്കെ ചെയ്യുന്ന സമയത്ത് സവാള ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കാറില്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ സവാള സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അതായത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഇതളുകൾ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക, അതായത് വേർതിരിച്ചിട്ട് എടുക്കുക. എന്നതിന് ശേഷം അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ചെയ്യുന്ന പോലെ വഴറ്റിയെടുക്കരുത് കേട്ടോ, ഫ്രൈഡ് റൈസിന് ചെയ്യുമ്പം ഈ ഒരു പരുവത്തിനെ നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് വഴറ്റിയെടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്തിയാലും മതിയാകും. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അതായത് നമ്മുടെ ചോറിനും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ നമ്മുടെ പെപ്പർ പൗഡർ ചേർക്കാനും. കൂടെ നമുക്കൊരു 1.5 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല പൗഡർ ചേർത്തിട്ട് കൊടുക്കാം. കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ഈ ഒരു സമയം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ വറ്റൽ മുളക് ക്രഷ് ചെയ്തതാണ്, അതായത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അത് നമുക്കൊരു 1 മുതൽ 1.25 ടീസ്പൂണോളം ചേർത്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കുക. കൂടെ നമ്മൾ ഡാർക്ക് സോയ സോസ് വീണ്ടും ഇവിടെയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചില്ലി ഗാർലിക് സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തീർന്ന കാരണം അതിലുള്ളത് മാത്രം ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എരിവ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് സോസ്, അതായത് ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതാ കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്, അതായത് ടൊമാറ്റോ കെച്ചപ്പ് ഓൾമോസ്റ്റ് ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിട്ടെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒട്ടും തന്നെ പുളിയില്ലാത്ത കട്ടയായിട്ടുള്ള തൈരാണ് ചേർക്കുന്നത്. നമുക്കൊരു 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ നല്ല കട്ടയായിട്ടുള്ള തൈര് ചേർത്തിട്ട് കൊടുക്കണം.
അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഈ ഒരു സവാളയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാം കൂടി ചേർത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ബീൻസ് ഇത്രയാണ് ചേർക്കാനുള്ളത്. അതൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് അരിഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു ചെറിയ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു 7 ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസായിട്ടുള്ള ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത്രയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഫ്രൈഡ് റൈസിൽ എന്ന് പറയുമ്പം അതിൻ്റെ ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും ഒരുപാടങ്ങ് വഴണ്ട് കുഴഞ്ഞു പോകാനൊന്നും പറ്റില്ല. അതങ്ങനെ ഒരു പച്ചയായിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് ഫ്രൈഡ് റൈസിൽ ഉണ്ടാകാറ്. നമ്മൾ ഒരുപാടൊന്നും വഴറ്റിയിട്ട് അങ്ങനെ കുഴഞ്ഞ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എരിവ് നോക്കിയപ്പം കുറച്ച് എരിവ് കുറവാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർക്കാം. അപ്പോൾ എരിവിന് ഞാനിപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. എരിവ് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്തിയിട്ട് കൊടുക്കുക. ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിനകത്തേക്ക് ചേർത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ പതിയെ ഫിഷ് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ നമ്മളിപ്പം റെഡിയാക്കി എടുത്തിട്ട് ഈ ഒരു വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് തന്നെ ഈ ഒരു വെജിറ്റബിൾസ് ഈ ഒരു ഫിഷായിട്ട് വളരെ പതിയെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഫിഷിനെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് വെച്ചിട്ട് അങ്ങ് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഫിഷിലേക്ക് വരും. അതായത് നമ്മൾ ആ ചേർത്തിട്ടുള്ള സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഫിഷിലേക്ക് വരും. ഇനി നമ്മളിതിനെ ഒരു 1-2 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കുകയാണ്. അതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ മതി കേട്ടോ. വലിയ ഫ്ലെയിമിൽ ഇട്ട് പോകരുത്, കാരണം പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഫിഷും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫിഷിൻ്റെ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കലെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ് കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലേക്ക് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പാത്രം കുറച്ചും കൂടെ വലുതാക്കിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫിഷിൻ്റെ ഈ ഒരു മസാല. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. അതല്ലെങ്കിൽ മല്ലിയില മാത്രം ചേർത്തിയാലും മതിയാകും. ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വീണ്ടും വളരെ പതിയെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ വളരെ പതിയെ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഇങ്ങനെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ കാണില്ല നമ്മൾ റൈസ് റെഡിയാക്കിയിട്ട് എടുക്കുമ്പം. അപ്പോൾ ഒട്ടും തന്നെ അത് പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി മതി ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫിഷ് ഫ്രൈഡ് റൈസ് നമ്മൾ റെഡിയാക്കിയിട്ട് വരുമ്പം. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കരുത്, ചെറിയൊരു നാരങ്ങയുടെ പകുതി മാത്രം ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ചേർക്കാം. കുരു ചാടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. റൈസ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായപ്പം വെള്ളമൊക്കെ വാർത്തെടുത്ത് ഊറ്റി വെച്ചതായിരുന്നു. നമുക്കൊരു തവി വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമ്മുടെ ഈ ഒരു പാത്രം മാത്രം ഒന്ന് തട്ടി കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റൈസ് എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫൈനലായിട്ട് ഒരിത്തിരി കൂടെ നമ്മുടെ പെപ്പർ പൗഡർ ചേർത്തിട്ട് കൊടുക്കുകയാണ്. അതായത് വൈറ്റ് പെപ്പർ പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല പൗഡർ ഫൈനലായിട്ട് പിന്നെയും ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവറും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ലാസ്റ്റ് കുറച്ചും കൂടെ ചേർത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗരം മസാല പൗഡറും പെപ്പർ പൗഡറാണ് കേട്ടോ നമ്മൾ ഫൈനലായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ഗ്രേവി ഇതിലേക്ക് വേണമെന്നൊന്നുമില്ല കേട്ടോ, കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷിൻ്റെ പീസസ് തന്നെ ഉണ്ട് റൈസിൽ നിറയെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈഡായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് പിക്കിളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. പ്രത്യേകിച്ചും ഫിഷ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.